ഇതുണ്ട് മഴ തുടങ്ങി. എന്തായാലും കുഴപ്പമില്ല. യോ മച്ചൂസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇറ്റ്സ് ലെറ്റ്സ് പ്ലേ സീരീസ് എപ്പിസോഡ് നമ്പർ 20. സോ ഇന്ന് നമ്മൾ മെഗാ അയൺ ഫാം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഇന്ന് നമ്മൾ എഴുതാൻ പോകുന്ന പേര് മിസ്റ്റർ കോഴിയുടെ ആണ്. സോ പുള്ളി നമ്മുടെ ഒരു വീഡിയോയിൽ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. MRZ മിസ്റ്റർ കോഴി എന്നാണ് പുള്ളിയുടെ പേര്. കറക്റ്റ് ആണോന്ന് അറിയത്തില്ല. കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് സെറ്റ് ആയിക്കോളാം. സോ മിസ്റ്റർ കോഴിയുടെ പേര് വന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ പേരും പറഞ്ഞാൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ മെഗാ അയൺ ഫാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു പണി സ്റ്റാർട്ട് ചെയ്ത് വെക്കാണ്. നെക്സ്റ്റ് എപ്പിസോഡ് നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ഞാൻ ഇന്ന് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. ബട്ട് നമുക്കാണെങ്കിൽ ഒരു ഫുള്ള് വില്ലേജസ് വന്നിട്ടില്ല. 24 വില്ലേജസും വേണം. സോ നമുക്ക് അത്രയുള്ള വില്ലേജസ് ഇല്ല. അതോടെ കിട്ടുമ്പോഴത്തേക്ക് അത് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് ഒപ്പിക്കാം. സോ ഇന്ന് നമ്മൾ എന്തായാലും ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് പാർട്ട് ഫുള്ള് ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ വില്ലേജസിനെ സോംബീനെ കൊണ്ടുവരും. സോ അതാണ് നെക്സ്റ്റ് എപ്പിസോഡിൽ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ അവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് പോയി കാണിക്കാം. പിന്നെ ഇതുകൊണ്ട് അത് കണ്ട ഗൈസ്, നമ്മളാണെങ്കിൽ അത്ര ഏരിയ ആണെങ്കിൽ നമ്മൾ ടെറാഫോം ചെയ്തിട്ടുണ്ട്. സോ ഇത് ടെറാഫോമിൽ നമ്മൾ ലൈവിലല്ല ചെയ്തത്, അല്ലാതെ കുറച്ച് സംഭവങ്ങൾ നമ്മൾ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് റിസോഴ്സ് ഗ്യാതറിംഗ് ഒക്കെ. സോ നിങ്ങൾ ആ ലൈവ് എന്ന് ജസ്റ്റ് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഒന്ന് വാച്ച് ചെയ്യാൻ നല്ല അത്യാവശ്യം കിട്ടുമായിരുന്നു. എല്ലാവരും നന്നായിട്ട് റെസ്പോണ്ടൊക്കെ ചെയ്തിട്ട് ലൈവാണ്. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ പോയി വാച്ച് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മൾ റിസോഴ്സ് ഗ്യാദർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഇത്രയും സാധനം വേണം നമുക്കിത് ഉണ്ടാക്കാനുള്ളത്. സോ ഇതിൻ്റെ ട്യൂട്ടോറിയൽ ലിങ്ക് വേണമെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കാം. ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പോയി താഴെ ചെക്ക് ചെയ്യാം. സോ ഇത്ര സാധനമാണ് നമുക്ക് വേണ്ടത്. സോ ഞാൻ ട്യൂട്ടോറിയൽ നോക്കി പതുക്കെ ഓരോന്ന് ബിൽഡ് ചെയ്യാം. ആൻഡ് നമ്മുടെ പഴയ അയൺ ഫാം ഇപ്പോൾ നല്ല തോതിൽ നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട് ഇപ്പം. സോ പുതിയ അയൺ ഫാമിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തപ്പോഴായിരിക്കും അയൺ ഫാം വർക്കാകാൻ തുടങ്ങി. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഞാനാണെങ്കിൽ ഒരു മെഗാ അയൺ ഫാം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കും. ആൻഡ് ഇതാണ് നമ്മുടെ ഫാക്ടറി ഏരിയ. നമ്മൾ ഇത്ര ഏരിയ നന്നായിട്ട് ടെറാഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി കുറച്ച് സ്റ്റോണൊക്കെ മാറ്റേണ്ടത് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിലേക്കെല്ലാം നമുക്ക് മാറ്റാം. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ്. എനിക്ക് കുറേ ഐഡിയാസ് ഒക്കെ ഉണ്ട്, അത് ഞാനാണ് ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ലൈവ് ഒന്ന് ജസ്റ്റ് വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി എൻ്റെ സജഷൻസ് എന്തൊക്കെയാണ്. ഏതാണ്ട് ഒരു സെൻറ്ററായിട്ട് വന്നിട്ട് ഇവിടെ ആയിട്ട് വന്നിട്ട് നമുക്കൊരു 17x17 ബ്ലോക്ക് നമ്മൾ കുഴിച്ചിടണം. സോ ഞാൻ എന്തായാലും അതൊന്ന് കുഴിച്ചിട്ട് വേണം ഗൈസ്. 17x17 ബ്ലോക്ക് കുഴിച്ചിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതും പൊട്ടി, ശവലും പൊട്ടി. അതിൻ്റെ ഈ ഒരു 3 ബ്ലോക്ക് കൂടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ 17x17 ബ്ലോക്ക് നമ്മൾ ഈ ഒരു നമ്മുടെ ഫാക്ടറി ഏരിയക്കകത്തിൽ കുഴിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഇത്രയും വലിയ ഏരിയ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫാക്ടറി ഏരിയയിൽ ബാക്കി ഉണ്ടാക്കാനുള്ള സ്ഥലമൊക്കെ പോയി. നമുക്ക് ഒന്ന് കേരളാവുന്നു കണ്ടുപോകും. നമ്മുടെ ഏതാണ്ടൊരു സെൻറ്ററിൻ്റെ 1/4 ഭാഗം ഇതെടുക്കും. പിന്നെ നമുക്ക് മേളിലോട്ട് നല്ലൊരു ഇത് ഇടാൻ ഒരു മോബ് ഫാം ഉണ്ടാക്കാനുണ്ട്. അത് ഞാനൊരു പുകയ്ക്കകത്തൊക്കെ മറയ്ക്കുന്നൊരു ടൈപ്പ് ഓഫ് തിങ്കാണ് ഇപ്പോൾ ആലോചിക്കണത്. സോ അങ്ങനെ കുറച്ചധികം പണിയുണ്ട് ഈ ഒരു ഫാക്ടറി ഏരിയക്കകത്തിൽ. സോ നെക്സ്റ്റ് ഇനി എന്താ ചെയ്യേണ്ടത് ഞാൻ നോക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ കുഴിച്ചിട്ടുണ്ട്. സോ ഇനി നമ്മൾ ടെമ്പററി ബ്ലോക്ക് കയ്യിലോട്ട് എടുക്കുക. ഫെൻസ് എടുക്കാനാണ് ആ ഒരു വീഡിയോ പറയുന്നത്. അത് എന്താ സംഭവം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇത്ര ഏരിയയാണ് ഇത്ര കുഴിക്കേണ്ടത്. കുഴിച്ചത് മൊത്തം നമ്മൾ കുഴിച്ചിട്ടുണ്ട്. സോ ഇനി നമ്മൾ ഇവിടെ 3 ടെമ്പററി ബ്ലോക്ക് വെക്കുക. എന്നിട്ട് 1 2 3 4 എന്നിട്ട് 5 ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് തുറന്നിട്ട് ഇതും അടയ്ക്കേണ്ട. ഓക്കെ, എന്നിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് മൊത്തം തുറന്നിട്ടാണ് ഒരു വീഡിയോ കാണിക്കുന്നത്. സോ ഇതാണ് ഇപ്പോൾ നമ്മൾ ഇത്രയാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ടെമ്പററി ബ്ലോക്ക് മൊത്തം പൊട്ടിച്ച് കളയാനാണ് ആലോചിക്കുന്നത്. സോ നമുക്ക് എന്തെങ്കിലും പണി കേട്ടോ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ്ട് ഫസ്റ്റിലത്തെ പണി മിക്കതും കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനിയും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി ഇവിടുത്തെ കളക്ഷൻ ഏരിയ നമ്മൾ ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ എന്തായാലും മേലിലെത്തിയിട്ടാണ് ഫുള്ളി സെറ്റപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഫുള്ളിയല്ല, നമ്മുടെ ഒരു കില്ലിങ് ഏരിയ ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ താഴോട്ട് ഒന്ന് കാണിക്കാം. സോ ഇവിടുന്ന് ഞാനാണ് അവിടെ ലാവയൊക്കെ ഒഴിച്ച് വേണ്ട സംഭവം എല്ലാം ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഞാൻ ഏണിയൊക്കെ വെച്ച് ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ നേരെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ഒരു ഫുള്ളി ഇവിടെ വെച്ചാണ് ഗോളം ചാവുന്നതും നമുക്കാണെങ്കിൽ ഒരു ലൂട്ടൊക്കെ കിട്ടുന്നതും. സോ അങ്ങനെ ഈ ഒരു ഫുൾ ഏരിയ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ആൻഡ് ഇനിയുള്ള പണി എന്ന് പറഞ്ഞാൽ വില്ലേജസിനൊക്കെ ഇരുത്തുന്ന ഒരു ഏരിയ സെറ്റാക്കാനുള്ളത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഫാം. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല.
ചിലപ്പോൾ ഒരു വല്ലോ ക്യാരറ്റോ പൊട്ടാറ്റോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫാം ഞാൻ ആകാശത്ത് ഒരു മേഘത്തിനകത്ത് വല്ലതും ഉണ്ടാക്കി വെക്കും. അല്ലാതെ പിന്നെ വേറെ വലിയ ഫാമൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഒരു മോപ്പാമുണ്ട്. ഞാൻ ഈ ഒരു ഫാക്ടറിയുടെ പുക പോകുന്ന പോലുള്ള രീതിയിലൊരു സെറ്റപ്പിൽ ഒരു മോപ്പാമ്പ് സെറ്റ് ചെയ്യും. വേറെ ഒന്നും ഞാനിവിടെ സെറ്റ് ചെയ്തില്ല. വേറെ ഒന്നും സെറ്റ് ചെയ്യുന്നില്ല. ഓരോ സ്റ്റോൺ ജനറേറ്റർ സെറ്റ് ചെയ്യും, കൊബിൾ സ്റ്റോണ്, ലാവ ഫാം, അങ്ങനെ കുറേ ഷീപ്പിൻ്റെ വൂൾ ഫാം, അങ്ങനെ ഒത്തിരി ഫാം. നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഓരോ സെക്കൻഡിലും ഇങ്ങനെ FPS ഒക്കെ നിന്ന് കത്തണം. ആ ഒരു ഫീൽ നമുക്ക് ഇവിടെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നൈസായി. നമ്മളാണെങ്കിൽ ഒരു അയൺകോളം വന്ന് വീണ് ഒഴുകി ഇങ്ങോട്ട് വരണ ഒരു ഏരിയ ഒരെണ്ണം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതേപോലെ 3എണ്ണമാണ് ഇനി അങ്ങോട്ട് ഉണ്ടാക്കാനുള്ളത്. സോ അത് ഇച്ചിരി ടാസ്ക് ആയിരിക്കും. സോ നമുക്ക് എന്തായാലും ജസ്റ്റ് അതൊന്ന് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണമല്ലോ. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. നമ്മളിങ്ങനെ 1 2 എന്നിട്ട് ഇതിങ്ങനെ അങ്ങനെ ഇതിവിടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഒരു 4 ചെയ്യുമെന്ന് പറഞ്ഞാൽ 4 നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ആൻഡ് ലുക്ക് അറ്റ് ദിസ്, നമ്മൾ 4 ചെയ്തിട്ടുണ്ട്. സോ ഇത്ര ഏരിയയിലാണ് നമ്മൾ അയൺകോളം സ്പോൺ ആവുന്നത്. സോ ഇനി ഇതിൻ്റെ മേലിൽ നമ്മുടെ വില്ലേജസ് ആൻഡ് സോംബീസ് ഇരിക്കുന്ന ഏരിയ സെറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് അത് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് സെറ്റ് ചെയ്യാൻ ഞാൻ വിചാരിക്കണം ഗൈസ്. കാരണം ഈ എപ്പിസോഡ് ലെങ്തി ആണോ ചോദിച്ചാൽ ലെങ്തി ഒന്നുമില്ല, ബട്ട് എനിക്കിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നല്ല ടൈം എടുത്തു. നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് നമുക്കൊരു വില്ലേജറിനെ സെറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ വില്ലേജേഴ്സിനെ സെറ്റ് ചെയ്യുന്ന ഒരു ഏരിയയും അതേപോലെ വില്ലേജേഴ്സിനെയും സോംബീനെയും ഒക്കെ നെക്സ്റ്റ് എപ്പിസോഡിൽ സെറ്റ് ചെയ്യാം. അതായിരിക്കും നൈസ് തോന്നുന്നില്ലേ? കാരണം ഇത്രയും വലിയൊരു മെഗാ പ്രൊജക്റ്റ് ആണിത്. യൂഷ്വലി മിക്ക യൂട്യൂബേഴ്സ് ഇത് ഒറ്റ എപ്പിസോഡ് തീർക്കുന്നതാണ്. ബട്ട് ഞാനിത് രണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് എന്നോട് ചോദിക്കല്ലേ. എനിക്ക് സമയമില്ലായിരുന്നു വീഡിയോ എടുക്കാൻ. ഞാനാണെങ്കിൽ ഇത് ഇപ്പം ഇതിൻ്റെ ഒരു റിസോഴ്സ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങിയത് തന്നെ ജൂലൈ 1 തുടങ്ങിയതാണ്. ആൻഡ് സ്റ്റിൽ ഇപ്പോഴാണ് നിങ്ങൾ വീഡിയോ കാണുന്നത്. സോ മനസ്സിലായില്ല അപ്പം എന്തും വേണ്ടി പണി ഞാൻ എടുത്തിട്ടുണ്ടെന്ന് ഇതിൽ. സോ വയ്യായിരുന്നു. റിസോഴ്സ് കളക്ഷൻ എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഒരു അയൺ ഫാം നിന്ന് പോയല്ലോ. അപ്പം അതിൽ നിന്ന് ഒട്ടും അയണും കിട്ടുന്നില്ല. പിന്നെ മൈനിങ്ങിനൊക്കെ പോയി ലൈവിലിരുന്ന് അതും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വയ്യാണ്ടായി. സീരിയസ്ലി ആ ലൈവ് കണ്ടവർക്കറിയാം. ഇവിടെ മതി. ഓ മൈ ഗോഡ്, എൻ്റെ ദൈവമേ. അവിടെ നമ്മുടെ ഒരു ഫാക്ടറി ഏരിയ ഫുള്ള് നമുക്കൊരു അയൺ. മൈ ഗോഡ്, ഞാൻ ഇത്ര പ്രതീക്ഷയില്ല കേട്ടോ. ഞാനിതൊരു മൂലയ്ക്ക് ഒരു ഇച്ചിരി മേ ബി ഐ വിൽ എക്സ്റ്റെൻഡ് ദിസ് ഗൈസ്. മിക്കപ്പോഴും ഞാനാണെങ്കിൽ ഒന്നെങ്കിൽ അത് അങ്ങോട്ടോ അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ടോ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യും ഗൈസ്. ഇതൊട്ടും സ്ഥലമില്ലടാ ഇവിടെ. വേറെ നമുക്ക് ഫാമൊക്കെ കുത്തി നിൽക്കാനാണ്. പറ്റും. ഞാനിത് അത്യാവശ്യം പറ്റുമടാ, മിക്കപ്പോഴും പറ്റും. ഇത് അത്യാവശ്യം എന്തായാലും വലിയൊരു ഫാക്ടറി ആയിരിക്കും. ഇപ്പോൾ 2-3 ഫ്ലോർ വൈസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. സോ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര ഉള്ളു ഗൈസ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you in the next video guys. Bye bye.